ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെയും വല്യച്ഛന്റെയും ഫോൺ ഓഫ് ആയതുകൊണ്ടാ ഞാൻ പോലീസിനെയും മീഡിയനെയും വിളിച്ചു വരുത്തും. ഇത് അനാചാരമാണ്. ഇത് മീഡിയ സോഷ്യൽ വർക്കേഴ്സും അറിഞ്ഞ വല്യച്ഛന്റെ മന്ത്രി കസേര കൂടെ തെറിക്കും, പറഞ്ഞേക്കാം. 3 ജീവിതങ്ങളാണ് അവൾ തകർത്ത് കളഞ്ഞത്. ഒരാളിതിപ്പോഴും അറിയുന്നില്ല. പത്മയ്ക്കും പ്രതാപനുമൊക്കെ ഇനിയൊരു ജീവിതം പ്രതീക്ഷിക്കാം. പക്ഷേ എനിക്കതില്ല. അതുകൊണ്ട് അംബികയുടെ മരണം എന്റെ കൈകൊണ്ട് നടക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂ. ജഗന്നാഥേട്ടാ, ജഗ, നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാടാ. ആലോചിക്കാൻ ഒന്നുമില്ല. കാലങ്ങളായി ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവസരം ഇപ്പോഴാ ഒത്തുവന്നെന്ന് മാത്രം. എടാ, തിരികെ വിളിക്കരുത്, പുറകെ വരികരുത്. ഞാൻ പറയുന്നത് നിങ്ങളങ്ങോട്ട് കേട്ടാ മതി. ഋതികയുടെ അമ്മയ്ക്കും അവളുടെ അമ്മായിയച്ഛനായ വേണുവിനും ഈ ജഗനൊരു വാക്ക് തരുന്നു. ഇരിക്കപ്പിണ്ടമൊന്നും നടക്കില്ല. പിണ്ടം വെക്കാൻ പോകുന്ന അമ്പിയെ ആ ബലിപ്പുരയിലിട്ട് ഞാൻ കൊല്ലും. കേട്ടോ? ദൈവമേ, ഈ പ്രതാപേട്ടനും ശേഖരേട്ടനും എവിടെ പോയിരിക്കുക? ചേച്ചി, എന്റെ ഒരു അപേക്ഷ, ജീവിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ ശേഷക്രിയ നടത്തരുത്. ഇത് മഹാപാപമാണെങ്കിലേ അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. നീ നിന്റെ കാര്യം നോക്ക്. ഇവന്മാരോട് നിന്ന് വേഗത്തിൽ ചെയ്യാൻ പറയും. ആ വലിയ മോനും ചെറിയ മോനും കൂടി ഇങ്ങോട്ട് വന്നാ ഇത് ചിലപ്പോ മുടങ്ങിയാലോ. അത് ശരിയാണല്ലോ. ജോത്സരേ, ആ കർമ്മിയോടൊന്ന് വേഗം ആക്കാൻ പറയൂ. ഇത് ഇരിക്കപ്പിണ്ടല്ലേ മാഡം, അതതിന്റെ ആചാരം അനുസരിച്ചല്ലേ നടത്താൻ പറ്റൂ. അപ്പോ അമ്മേ, ഇവരാ ചെറുതിനെ വിളിച്ചു വരുത്തിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ ശവസംസ്കാരം കൂടാനല്ലേടാ, ആരെങ്കിലുമൊക്കെ വേണമല്ലോ. വരട്ടെ. എന്താ അമ്മ ഇത്? മോളെ, ഇതാ ഇരിക്കപ്പിണ്ടം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരമദുഷ്ടന്മാരായ കാരണവന്മാർ നടപ്പിലാക്കിയ ഒരു ആചാരം ഇത്. ഇരിക്കപ്പിണ്ടോ എന്നുവെച്ചാ? ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചതായി കരുതി അവരുടെ മരണാനന്തര ക്രിയകളും ശവസംസ്കാരമൊക്കെ നടത്തുന്ന ഒരു ചടങ്ങാ ഈ ഇരിക്കപ്പിണ്ടം. ഋതുമോളുടെ ഇരിക്കപ്പിണ്ടം ഇവരിവിടെ നടത്താൻ പോകുന്ന. അമ്മേ, അച്ഛനും വലിയച്ഛനൊന്നും ഇവിടെ ഇല്ലേ?
രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫാ. അമ്മ വാ, എന്തുണ്ടെങ്കിലും ഇത് നടത്തിക്കരുത്. വാ അമ്മേ. എന്താടി തിളച്ചു മറിഞ്ഞ് എന്റെ നേരെ വരുന്നേ? ഇതിവിടെ നടത്തരുതെന്ന് എന്റെ അമ്മ നിങ്ങളോട് പറഞ്ഞതല്ലേ? നിന്റെ അമ്മ ആരാടി? സ്പെഷ്യൽ ജഡ്ജിയോ? ഓർഡർ ഇടാൻ. നീ പോയി നിന്റെ പണി നോക്കടി. അച്ഛന്റെയും വല്യച്ഛന്റെയും ഫോൺ ഓഫ് ആയതുകൊണ്ടാ. ഞാൻ പോലീസിനെയും മീഡിയനെയും വിളിച്ചു വരുത്തും. ഇത് അനാചാരമാണ്. ഇത് മീഡിയ സോഷ്യൽ വർക്കേഴ്സും അറിഞ്ഞ വല്യച്ഛന്റെ മന്ത്രി കസേര കൂടെ തെറിക്കും, പറഞ്ഞേക്കാം. എന്നാ നീ അങ്ങ് ചെയ്. ന്യൂ ജനറേഷൻ കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ല. എന്റെ ചേച്ചിയുടെ ഇരിക്കപ്പിണ്ടം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വീട്ടിലെ ഞാൻ പലതും ചെയ്യും. ഇറങ്ങി പോടി അമ്മേ മോളും. ആരാ കർമ്മം ചെയ്യുന്നത്? ഞാനാ. എങ്കിൽ പോയി കുളിച്ച് ഈർന്നായി വരൂ. ശരി. അമ്മേ, ഇത് അൺഎത്തിക്കലായിട്ടുള്ള ഒരു കാര്യ. സത്യം പറഞ്ഞ ഇത് മീഡിയക്കാരെ ഇടപെട്ടാലേ നിർത്താൻ പറ്റൂ. മോളെ, ഇതൊരു മന്ത്രിയുടെ വീടല്ലേ? മീഡിയക്കാര് വന്നാ ആകെ പ്രശ്നമാവും. കർമ്മം ചെയ്യേണ്ട ആളെന്താ ഇതുവരെ വരാത്തെ? ഇപ്പൊ വരും. തീർത്ഥം സമർപ്പയാമി. അകലേ